ക്രിസ്തുവിൽ പ്രിയരെ, ഈ ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയെക്കുറിച്ച് കൂടുതൽ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് നാം നടന്നു വരികയാണല്ലോ. ഇന്ന് വഴികാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. കാനായിലെ കല്യാണ വിരുന്ന് ഏതൊരു കല്യാണ വിരുന്നിനെ പോലെ സാധാരണമായ ഒരു വിരുന്ന്. എപ്രകാരമാണ് ഇന്ന് ലോകം ഓർമ്മിപ്പിക്കുന്ന ഒരു കല്യാണ വിരുന്നായി മാറിയത്? പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കൽ തൻ്റെ പ്രസംഗത്തിൽ ഇപ്രകാരം പറയുകയുണ്ടായി: തന്നെ വളരെയേറെ ആകർഷിച്ച ഒരു പരിശുദ്ധ അമ്മയുടെ ചിത്രത്തെക്കുറിച്ച്. അത് ബാരി കത്തീഡ്രൽ പള്ളിയിലെ ഒരു ചുവർച്ചിത്രമാണ്. പരിശുദ്ധ കന്യകാമറിയം ഉണ്ണിയായ ഈശോയെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചിത്രം. നഗ്നനായ ഉണ്ണിയേശു, മനുഷ്യനായി പിറന്ന ദൈവപുത്രനെ ചൂണ്ടിക്കാട്ടുന്ന പരിശുദ്ധ കന്യകാമറിയം. നമ്മുടെ അനുദിന ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ട് നിറയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്രകാരം വേദനകളാ ഇനി ജീവിതം മുന്നോട്ട് എപ്രകാരമെന്ന് നാം കരയുന്ന അവസ്ഥയിൽ പരിശുദ്ധ കന്യകാമറിയം നമുക്കൊരു വഴികാട്ടിയാണ്. പ്രിയപ്പെട്ടവരെ, കാണാതെ കരയുന്ന വലയുന്ന ഒരു കുഞ്ഞു മകനെ പോലെ നാം നമ്മുടെ അനുദിന ജീവിതത്തിൽ നിൽക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ അരികിൽ വന്ന് നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് നമുക്ക് പോകേണ്ട വഴി ചൂണ്ടിക്കാണിക്കും. അതെ പ്രിയമുള്ളവരെ, പരിശുദ്ധ കന്യാമറിയത്തോടൊപ്പം ചേർന്നതുകൊണ്ട് ആ അമ്മയുടെ കൈ പിടിച്ച് ഈ ജപമാല മാസം നമുക്ക് കൂടുതൽ ഈശോയിലേക്ക് നടന്നു പോകാൻ പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.